നമ്മൾ തൃശ്ശൂർ വാടാനപ്പള്ളി എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. വാടാനപ്പള്ളിയിൽ ഒരു ബീച്ച്, അത് വളരെ വ്യത്യസ്തമായ ചാറ് പരിപാടികളുണ്ടെന്നൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങളും ഒന്ന് പോയി നോക്കിയിട്ട് കണ്ടിട്ട് വരാം. അങ്ങനെ കാറെത്തി. ഇതിൽ അച്ഛനും അമ്മയും ബ്രദറും എല്ലാം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ട് യാത്രയിൽ. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് നമ്മൾ പോവുകയാണ്. ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഈ പമ്പിൽ കയറിയിട്ടാണ് പെട്രോൾ അടിക്കാറുള്ളത്. കാരണം ഇത് കമ്പനി നേരിട്ട് നടത്തുന്ന പമ്പായതുകൊണ്ട് നല്ല ഒരു സർവീസും അവിടെ ഉണ്ട്. പോകുന്ന വഴി നല്ല ബ്ലോക്ക്, പിന്നെ പാട്ട്, അങ്ങനെ അതെല്ലാം കേട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തു. കാരണം തലേദിവസം മഴയായതുകൊണ്ടാണ് അതിൻ്റെ പാടമൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കാഞ്ഞാണി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം വാടാനപ്പള്ളി എത്താറായി. പോകുന്ന വഴി 1-2 റിസോർട്ട്സ്, അവിടെ കുറേ കല്യാണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് നല്ല ബ്ലോക്ക് കേട്ടോ. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്ക്. അപ്പോൾ ഏകദേശം നമ്മൾ ആ റൂട്ടിലെത്തി. അവിടേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. ഇതാണ് വാടാനപ്പള്ളി ബീച്ചിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു തിരക്ക് അവിടെ കണ്ടു. കാരണം ഈ വാടാനപ്പള്ളി ബീച്ച് എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ ബീച്ചിനെ കുറിച്ച് പറയുന്നത് കേട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം കുറച്ച് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഈ ബീച്ച് കാണാൻ വരുന്നതേ. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് സമയമെടുത്തു, കാരണം തിരക്കുണ്ട് അവിടെ. അപ്പോൾ അത്യാവശ്യം ആളുകളുണ്ട് അവിടെ. പലതരം കുട്ടികളവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ബീച്ചിൽ. പിന്നെ അവനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളും ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2.5 മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്ന്. പാലക്കാട് നിന്ന് ഞങ്ങൾക്ക് ബീച്ചിലേക്ക് എത്താനായിട്ട് 2.5 മണിക്കൂർ യാത്ര. പക്ഷേ സത്യം പറഞ്ഞാൽ 2 മണിക്കൂറിൽ എത്തേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ 3 മണിക്കൂറായി എത്തിയപ്പം. കാരണം ഈ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കും സമയം ഒരുപാടായി. ഏകദേശം സന്ധ്യാവാറായി ഞങ്ങൾ എത്തുമ്പോൾ തന്നെ. അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല ഇളം തണുപ്പുണ്ട് അവിടെ. മഴ പെയ്തുകൊണ്ട് ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അത് ആൾക്കാർ പട്ടം പറപ്പിക്കലും പിന്നെ ഒരു സൈഡിൽ ആൾക്കാർ ബീച്ചിൽ ആസ്വദിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ മനസ്സിലൊരു ചായ കുടിച്ചാലോ എന്നിങ്ങനെ ആലോചന വന്നത്. പക്ഷേ അത് നോക്കുമ്പോൾ അവിടെ ലേസ് കൊണ്ട് ഒരു ചാറ്റ് മസാല ഉണ്ടാക്കുന്ന ഒരു കിയോസ്ക്. എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ ട്രൈ ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളും കഴിച്ചു ഇതെല്ലാം. ചാറ്റ് മസാല നന്നായിട്ടുണ്ട്. ആ ഒരു ഈവനിങ് വൈബിന് പറ്റിയൊരു സാധനം തന്നെ. ഇപ്പോൾ ബീച്ച് ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനത്തെ ട്രെൻഡി ഫുഡും കാര്യങ്ങളൊക്കെ വേണം. പണ്ട് ജോൺസൺ മാഷും മഴയും ചായയും ഉള്ള മാതിരി ഇപ്പോൾ ബീച്ചിലിപ്പോൾ ഇതാണ് ഒരു ട്രെൻഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിച്ച് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് നമ്മളോട് പറയില്ലല്ലോ നിർത്താൻ. അപ്പോൾ അടുത്തത് അന്വേഷണത്തിലേക്കാണ്. പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லையே இன்றேனோ எதுவும் தோன்றவில்லை இது எதுவோ இரவும் விடியவில்லை அது விழுந்தால் പകലും മുടിയവില്ലേ. അപ്പോൾ നമ്മളും അത് മേടിച്ചു. മൊമോസ് അത് ട്രൈ ചെയ്തു. അത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിച്ച് ബീച്ചിൽ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തു അവിടെ. അപ്പം വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. കാരണം ഇരുട്ടായി തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ നമുക്കും അവിടെ നിന്ന് 2.5 മണിക്കൂർ യാത്രയുണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ കോഫി കുടിക്കാനുള്ള ദൂരം മാറിയില്ല. അപ്പോൾ അത് അന്വേഷിച്ച് ഒരു കോഫി ഷോപ്പ് പോയി.
അങ്ങനെ കോഫി ഷോപ്പിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസാണ് ഈ കാണുന്നത്. നല്ലൊരു ആംബിയൻസ് കേട്ടോ. ഈ കോഫി ഷോപ്പ് അവർ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സീറ്റിംഗ് ഉണ്ട്, പിന്നെ നല്ലൊരു ആംബിയൻസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോഫിയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കോഫിയെല്ലാം വന്നു, അത് കഴിഞ്ഞ് കോഫിയൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മളങ്ങനെ തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക്